ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് ട്രെസ്ലെച്ചസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ റെഡ് വെൽവെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കാണിത്. അപ്പോൾ ഈ ഒരു റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് റെഡിയാക്കുന്നത് ഓവനില്ലാതെയാണ്, സ്റ്റൗവിലാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു കേക്കിലേക്ക് വേണ്ടിയിട്ട് 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. എഗ്ഗ് എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് തന്നെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ എഗ്ഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഈ യോക്കിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് എഗ്ഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി എഗ് വൈറ്റ് ഫുള്ളായിട്ട് ബീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/3 കപ്പാണ്. ഈ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ് യോക്ക് ചേർത്ത് കൊടുക്കുക. 1 by 1 ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. 1 by 1 ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ എഗ്ഗിൻ്റെ യോക്കും വൈറ്റും ഒക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ആണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ ഒരു മധുരം കറക്റ്റായി നല്ല ബാലൻസായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഒരുമിച്ച് അരിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പാക്ചുല കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കളർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ജെൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 3 ഡ്രോപ്സ് ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ഇനി സൂപ്പർ റെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ റെഡ് യൂസ് ചെയ്യാം. നല്ല കളറാണ്. റെഡ് വെൽവെറ്റിന് ടൊമാറ്റോ റെഡോ അല്ലെങ്കിൽ സൂപ്പർ റെഡോ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ കളർ ചേർത്ത സമയത്ത് കുറച്ച് കളറിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഗ്ലാസിൻ്റെ ഓവൻ സേഫ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ട്രേയിലാണ്. അപ്പോൾ ആ ട്രേയിൽ കുറച്ചൊന്ന് ബട്ടർ സ്പ്രെഡാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് ഇത് ഇളകി കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി ഗ്ലാസിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ അലുമിനിയത്തിൻ്റെ ആയാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലാസിൻ്റെ ആണുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഈ ഒരു പാനാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് മുൻപ് തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു വയറാക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ടുള്ള ട്രേയോട് വെച്ചിട്ട് അടച്ചു വെക്കുക. ഏറ്റവും ചെറിയ തീയിൽ ഒരു 25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് 25 മിനിറ്റ് മതി. അതിൽ കൂടുതൽ സമയമൊന്നും എടുക്കില്ല കേട്ടോ ഇത് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഡീമോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കാണുന്ന ആ ഒരു ചെറിയൊരു ബ്രൗൺ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബ്രൗൺ ആയിട്ടുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയൊരു സ്ലൈസ് കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ പൊടിച്ചിട്ട് മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ട്രെസ്ലെച്ചസിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം റെഡിയാക്കി എടുക്കുന്നത്. മിൽക്ക് ബാത്ത് അല്ലെങ്കിൽ മിൽക്ക് സോസ് എന്ന് പറയുന്ന സംഭവമാണ് റെഡിയാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇവാപ്പറേറ്റഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 160 ml ആണിത്. ഒരു 160 ml ടിന്നാണിത്. ഇനി നിങ്ങൾക്ക് ഈ ഇവാപ്പറേറ്റഡ് മിൽക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് എടുക്കാൻ പറ്റുന്നത് ലോങ് ലൈഫ് മിൽക്കാണ്. ലോങ് ലൈഫ് മിൽക്ക് എനിക്കൊന്ന് എല്ലായിടത്തും കിട്ടും, നാട്ടിലെല്ലായിടത്തും കിട്ടുന്നുണ്ട് ലോങ് ലൈഫ് മിൽക്ക്. ഇവാപ്പറേറ്റഡ് മിൽക്ക് അധികം കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അറിയില്ല. പക്ഷെ ഞാൻ ഈ രണ്ടിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവാപ്പറേറ്റഡ് മിൽക്ക് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ബീറ്റ് ചെയ്തിട്ട് ചേർക്കരുത്, ബീറ്റ് ചെയ്യാതെ ഇതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി സെയിം അളവിൽ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കണം.
ഇനി കേക്കിലേക്ക് മിൽക്ക് ബാത്ത് ഒഴിക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെ സ്ക്യൂർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ട് ഒരുപാട് ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു മിൽക്ക് ഇതിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും കേക്ക് കഴിക്കുന്ന സമയത്ത്. ഇനി നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് മേലേക്ക് ഒഴിച്ചിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം മൊത്തത്തിൽ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു കേക്കിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ലാസ്റ്റ് ഫ്രോസ്റ്റിംഗ് ഒക്കെ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ മേലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ കേക്കിലേക്കുള്ള ഫ്രോസ്റ്റിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഫിലാഡൽഫിയൻ്റെ ഒരു 100 ഗ്രാം ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ക്രീം ചീസിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക, ഫുള്ളായിട്ട് പഞ്ചസാര അങ്ങനെ ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആ ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് ഇതുവരെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇതുപോലെ ആ ബീറ്ററിൻ്റെ ഇത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര മൊത്തത്തിൽ അങ്ങ് പറന്ന് പോകും പുറത്തേക്ക്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ചീസ് നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനീൻ്റെ ഡയറിയാണ്, ഡയറി ആയിട്ടുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു ക്രീമാണ്. കേക്കിനൊക്കെ നല്ല വൃത്തിയിൽ ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രീമാണിത്. ഇതൊരു 1/4 കപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ നമ്മൾ ക്രീം എടുക്കണം. എന്നിട്ട് ഫസ്റ്റ് ഒരു മീഡിയം ടു ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ ആഡ് ചെയ്യുന്ന സമയത്ത് പൊടിച്ചിട്ട് തന്നെ പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഐസിങ് ഷുഗർ അല്ലെങ്കിൽ കൺഫെക്ഷണൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം ചീസ് ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിന് ഡിസൈൻ ചെയ്യുന്നത് ഒരു റെയിൻ ഡ്രോപ്സിൻ്റെ ആ ഒരു ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത്, വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാടങ്ങ് സ്റ്റിഫാക്കിയിട്ട് ബീറ്റ് ചെയ്യേണ്ട. ഒരു 80% ബീറ്റായി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാടങ്ങ് സ്റ്റിഫായി വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കറക്റ്റ് ഡിസൈൻ ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു റെഡ് വെൽവെറ്റിന് ചെയ്യുന്നത് റെയിൻ ഡ്രോപ്സിൻ്റെ ഡിസൈനാണ്. പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ഡിസൈനാണിത്. മിക്ക ആൾക്കാരും ട്രെസ്ലെച്ചസിനും ചെയ്യുന്ന ഒരു ഡിസൈനാണിത്. എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇനി സാധാരണ എല്ലാവരും ട്രെസ്ലെച്ചസിന് ചെയ്യുന്ന പോലെ കുറച്ച് പിസ്ത ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കേക്കിൻ്റെ ചെറിയൊരു സ്ലൈസ് എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്മൾ സാധാരണ റെഡ് വെൽവെറ്റിന് ചെയ്യുന്ന പോലെ തന്നെ കേക്കിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഒരു കാണാനും നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഡ്രൈ റോസ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു റെസിപ്പി സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.